ഹലോ കൂട്ടുകാരെ, അപ്പോൾ പയാനയുടെ പാർട്ട് 2 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൺപ്ലാൻഡ് ആയിട്ട് നടന്ന ഒരു സംഭവമാണ് പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിൽ. എന്തായാലും പാർട്ട് 1 ഇറങ്ങിയ സ്ഥിതിക്ക് പാർട്ട് 2 ഇറക്കണമല്ലോ. അപ്പോൾ പിന്നെ എല്ലാവരും വീഡിയോ കാണുക. പാർട്ട് 1 കാണാത്തവരെല്ലാവരും ഫസ്റ്റായിട്ട് പോയി പാർട്ട് 1 കാണുക. അപ്പോൾ ശരി, വീഡിയോ കണ്ടോളൂ. കമാൺ, ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഈ ലോക്കിലേക്ക് പോകാം. എന്നെ KPAB ഇത് ബ്രാൻഡാ. എൻ്റെ മോനെ എന്നെ എന്ത് മാസാടാ ഇത്. ആ ടയർ കണ്ടോടെ, എന്താ മോനെ, ഇത് ഏത് വർഷത്തെയാണ്? 9 മിലിറ്ററി ട്രക്ക് കേട്ടോ. അതെ, അത് തന്നെ. അവിടെ മാസ് ലുക്ക്. ഉയ്യോ സീനെ. എൻജിൻ ഓയിൽ പിടിക്കാനുള്ള സാധനം, എന്നാ വിഷയ സാധനമാണ്. മിലിറ്ററി ട്രക്ക്. ഇതിൻ്റെ അകത്ത് നമുക്ക് തലയിട്ട് നിൽക്കുക, അതുപോലെ ഉണ്ട്. ഇതാണ് അതിൻ്റെ സാധനം. 8 സിലിണ്ടർ, 8 4-വേ ട്രാൻസ്മിഷൻ, എയർ ബ്രേക്സ്, ക്രാസ് 260. സോവിയറ്റ് യൂണിയൻ്റെ സാധനമാണോ? ഇവർക്ക് എങ്ങനെ ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലാകത്തേൽ. ഫ്രണ്ടിൽ നിന്നുള്ള സാധനം, ഫ്രണ്ട് ലുക്ക്, ഇതെല്ലാം മറ്റേ ഒരു ഗെയിമിൻ്റെ ഞാൻ ഇതെല്ലാം കണ്ടിട്ടുണ്ട്. സെറ്റപ്പ് പഴയകാലത്തെ വണ്ടി ആയതുകൊണ്ട് വൈബ് സാധനം. വലിച്ചുകൊണ്ട് പോകാനുള്ള ഇഞ്ചൊക്കെ അന്നുണ്ട്, വലിഞ്ഞു കയറി നിൽക്കാനുള്ള തൂങ്ങിയിരിക്കുന്ന സാധനം. ഓക്കെ, ഇത് മുഴുവൻ മിലിറ്ററി ഏരിയാസ് ആട്ടോ. പഴയ ഒരു ഹെൽമെറ്റ്, ബാരൽ, ഇത് വീണ്ടും ഷെവർലെ മിലിറ്ററി. US ആർമിയുടെ ആണോ? US ആർമിക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്നുണ്ടാക്കിയതാണോ ഇത്? അതുകൊള്ളാമല്ലോ. US ആർമി റേഡിയോ ട്രക്ക്. ഓക്കെ, റേഡിയോ ട്രക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിച്ച സാധനം കേട്ടോ. ഹൈഡ്രോളിക് ഡ്രമ്മൊക്കെ വെച്ചുള്ള സാധനം. ബ്രേക്ക് കൊള്ളാം, ഇതും അടിപൊളി. ഇതിൻ്റെ എൻജിൻ പുറയിലാണോ? അല്ല, രണ്ടിടത്തുമുണ്ട്. ഓസ്ട്രേലിയ ഐറ്റം. ഹാഫിലർ, സ്ട്രെയർ പുച്ച്, ഹാഫ്ലിംഗർ. രസമുണ്ടേ, ഒരു കുട്ടി വണ്ടി. എനിക്ക് തോന്നുന്നു ഈ പട്ടാള ക്യാമ്പിൻ്റെ അകത്തൊക്കെ കൂടെ അവിടുത്തെ ഇതിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സാധനം. പട്ടാളക്കാരുടെ മുതലാളികളൊക്കെ 800 ഇത് പ്രൊഡ്യൂസ് ചെയ്തോളാം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും അതെ, മേജർമാരിരിക്കുന്ന വണ്ടി, മെയ്ഡ് ഇൻ റഷ്യ. കൊള്ളാം. മോനെ അവിടെ ഒരു തോക്കൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഒക്കെ പൊട്ടുമോ? ഇനിയാണ് ഇത് മെയിൻ സാധനം, സാധനം. എൻ്റെ മോനെ ഇതുണ്ടോ, അതിൻ്റെ എൻജിനിൽ നിന്നുള്ള ആ ഷാഫ്റ്റ് 2 റെയിൽ വീല് ഫ്രണ്ട് വീലിന് പോയിട്ട് എന്നാ മാസീവ് ലുക്കാല്ലേ. OMC ഇത് ഒറിജിനലാണ്. ഇതിൻ്റെ സൈഡെല്ലാം തുരുമ്പെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞത് തുരുമ്പ് കാണാം, പക്ഷേ എന്നാലും ഇത് എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് പ്രൂഫ് മേക്കാന്ന് തോന്നിയത്. നമുക്കിത് വായിച്ച് നോക്കാം. കാസ്പർ മാർക്ക് മൈൻ റെസിസ്റ്റൻറ്റ് അംബുഷ് പ്രൊട്ടക്റ്റഡ് വെഹിക്കിൾ. മൈൻ റെസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ മൈനിൻ്റെ മണ്ട കൂടെ പോയാലും ഇതിനൊന്നും പറ്റില്ല. അതാണ് ഇതിൻ്റെ ഈ ഷീൽഡിങ്ങും കാര്യങ്ങളും. അതുപോലെ മണ്ടയിലൊരു തോക്ക് വെക്കാനുള്ള ഇത്, ആളിനിറങ്ങി തോക്കാൻ ഇതുണ്ട്. ഇതിൽ ബുള്ളറ്റൊക്കെ അടിച്ച പാടാട്ടോ. അത് ബുള്ളറ്റൊക്കെ അടിച്ച് പൊട്ടിയ പാടാ അത്. എൻ്റെ മോനെ വിഷയം വണ്ടി. ഇത് ബാക്കി വായിക്കാം. ജർമ്മനിയിൽ നിന്ന് മേടിച്ചിട്ട് ഇന്ത്യയിൽ യൂസ് ചെയ്തതാണ്. ഇന്ത്യൻ ആർമി യൂസ് ചെയ്ത വണ്ടിയാട്ടോ ഇത്. ലേലത്തിന് വിറ്റതായിരിക്കും. മോർ ഇൻഫർമേഷൻ സ്കാൻ ദിസ് QR കോഡ്. എല്ലാം നമുക്ക് വായിക്കണം. എൻ്റെ മോനെ വിഷയം ഉണ്ടോ, എന്നാ ഹൈറ്റാണ് നോക്കി. ഏത് കാടും പള്ളയെ ഇടിച്ച് തള്ളി കയറും. അതിൻ്റെ ഫ്രണ്ട് ലുക്ക്, തോക്ക്, വൈപ്പേഴ്സ്, ഗ്രില്ല്, വിഷയം വണ്ടി. ഇതൊക്കെ ഒരെണ്ണം മേടിച്ച് നാട്ടിലോട്ട് ഇറങ്ങണം. എൻ്റെ മോനെ ഇതിനൊക്കെ എന്ത് ഡീസലടിച്ച് കയറിയിരിക്കും. പെട്രോൾ ഡീസലടിച്ച് മരിക്കും. വീണ്ടും ഒരു സാധാ വണ്ടി. ഇത് അമേരിക്കയിൽ ഉണ്ടാക്കിയ വണ്ടിയാണ്. 1958 ഇതിൻ്റെ വില വെറും 12,000 രൂപ. 2 ലക്ഷം
ട്രക്സ് ഇത് വിറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ സാധനം ഇത് മറ്റേ ഈ പുൽമേടുകളിലൊക്കെ താമസിക്കുന്ന ഒരു പുല്ല് ചുമക്കാൻ കൂട്ടുന്ന കൂട്ടുകാർക്ക് വെറും 12,000 രൂപയ്ക്ക് നിങ്ങൾ അന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് മേടിക്കാമായിരുന്നു. ഒരു ടൈം ട്രാവലർ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, ഒരു സുനയൊക്കെ വെച്ചുകൊണ്ട് ഇത് മേടിച്ചുകൊണ്ട് അന്ന് വന്നിട്ടായിരുന്നു. ടയർ പഞ്ചറായിട്ടോ. പിന്നെ ഇവിടെയുള്ള നമ്മുടെ തനി ടാറ്റയുടെ പഴഞ്ഞ മോഡൽ വേടാ മോനെ. ഇത് ടാറ്റയുടെ സാധനം, ഇത് ഫോർഡിൻ്റെ കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ ഇറങ്ങി കന്നഡ എഴുതി വെച്ചേക്കുന്നത്, കന്നഡ തെലുങ്കോ അല്ലേ, മൈസൂർ വണ്ടി കേട്ടോ. ഇത് മൈസൂർ രജിസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു. ഫോർഡ് ട്രക്ക് V8 8 സിലിണ്ടർ, ഫ്രണ്ട് ഗിയർ, ഒരു റിവേഴ്സ് ഗിയർ, ഓൾ വീൽ ഡ്രം ബ്രേക്ക്, കൊള്ളാം. ഈ ടാറ്റയുടെ ട്രക്ക്, അത് നമ്മളെ പാണ്ടി ലോറിയെന്നൊക്കെ വിളിക്കുന്ന ആ സാധനമാണിത്. കൊള്ളാം. എന്നാണേലും രണ്ടെണ്ണം അടുത്തടുത്ത് കിടക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ന്യൂ കളക്ഷനിലേക്ക് പോവാം. ഈ കാണുന്നതാണ് നിസാൻ്റെ വണ്ടി. നമുക്ക് നോക്കാം എന്നാണ്. ഡാറ്റ്സൺ. ഡാറ്റ്സൻ്റെ പഴയ മോഡൽ ഇതാണോ? ജപ്പാൻ മെയ്ഡ്. ആദ്യത്തെ കാർ ജപ്പാൻ മെയ്ഡ്. $9,000 1983. $10,000 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 8 ലക്ഷം രൂപ. മൈ ഗാഡ്. ഇല്ല, 80,000 രൂപ. 80,000 രൂപയ്ക്ക് മേടിക്കായിരുന്നു. 165 ടോപ്പ് സ്പീഡ്. കൊള്ളാം. ഇനി നമുക്കിവിടെ ഒരു കറങ്ങുന്ന വണ്ടി നോക്കാം. ഇത് കൊള്ളാം. ഇത് കസ്റ്റം മെയ്ഡാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഡോറും അതിൻ്റെ വിൻഡ്ഷീൽഡും ഇതൊക്കെ കാണാൻ രസമുണ്ട്. ഇത് കാണാൻ. ഇതേത് വണ്ടി? ഇംഗ്ലണ്ടിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന മോറിസ് വുഡി. ഓക്കെ, പേര് തന്നെ അതാണ്, മോറിസ് ഗ്യാരേജിൻ്റെ ആണെന്ന് തോന്നി മോറിസ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോഴത്തെ MG ആയിരിക്കും ഇത്, ഒരു തോന്നൽ മാത്രം. ഇത് നിങ്ങൾ വായിച്ച് നോക്കി കേട്ടോ. ഇതെല്ലാം ഭയങ്കര ഇൻഫർമേഷൻ സൈസ് QR കോഡ് സ്കാൻ ചെയ്ത് തന്നെ ബാക്കി. ഇവിടെ അതുപോലത്തെ ഒരു ലോറിയുണ്ട്, പവർ വാഗൺ. നമുക്ക് നോക്കാം. പവർ വാഗൺ. ഓ മൈ ഗാഡ്, ഇവിടെ ഡോഡ്ജിൻ്റെ ട്രക്കടേ. ഇവിടെ ഡോഡ്ജ് പവർ വാഗൺ USA. മൈ ഗാഡ്, ഇപ്പോൾ ഡോഡ്ജിൻ്റെ കാറൊക്കെ ഇറങ്ങുന്നില്ല ആ സാധനം. അതെ, ഫ്രണ്ട് ഓൾ വീൽ ഡ്രൈവ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഡിഫറൻഷ്യലൊക്കെ ഉണ്ട്. കാരണം വലിയ ഡിഫറൻഷ്യൽ കിട്ടിപ്പോയി. ഡിഫറൻഷ്യൽ വലിയ ചക്ക സാധനമൊക്കെ പോകുന്നത് അവിടെയുണ്ട്. ട്രക്ക് വിഷയം സാധനം. ഇതും കൊള്ളാം. ഇവന്മാരുടെ ഹൈലൈറ്റിങ് ഭയങ്കര സെറ്റപ്പാണ്. എല്ലാം പഴയതാണ്, നല്ല അടിപൊളി പഴക്കമുള്ള സാധനങ്ങളാണ് ഇത് മുഴുവൻ. ഈ വണ്ടികളെല്ലാം ഓടും എന്നുള്ളതാണ് അതിലുപരി ഉള്ള പ്രത്യേകത. നമ്മൾ കാണാതെ 2 വണ്ടി അവിടെ ഇരിക്കണം. ഇതൊരു ജീപ്പ് വിലി. ഓക്കെ, ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് മലയാളികളിൽ കാണുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ് വില്ലീസിൻ്റെ ജീപ്പ്. ഹൈ സ്പീഡ് 440. നമ്മൾ ഏകദേശം കുറേ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ 2 സുസുക്കിയുടെ 2 വണ്ടികൾ ഇരിപ്പുണ്ട്. ഒരു ഹീറോ ഹോണ്ടയുടെ ഒരു CD100, പഴയ CD100. അതിൻ്റെ ഇടയിൽ സുസുക്കിയുടെ AX100 എന്നും പറഞ്ഞൊരു സാധനം. സുസുക്കി അന്ന് ഇന്ത്യയിലുണ്ടാക്കിയ സുസുക്കി, ഇന്ത്യയിലുണ്ടാക്കിയ മിക്കെന്ന് കാണിക്കാൻ വേണ്ടി അവർ സുസുക്കി ഇട്ടേക്കുന്ന കേട്ടോ. ഇപ്പോൾ കണ്ടതാണ്. ഇനി കാണാത്ത സ്ഥലത്തോട്ട് പോവാം. അടുത്തതായിട്ടുള്ളത് ഫിയാറ്റിൻ്റെ ഒരു കാറാണ്, എലഗൻറ്റ്, ഇറ്റലി മെയ്ഡ്. കൊള്ളാം. ഇനിയുള്ളത് വീണ്ടും ഫിയാറ്റ്. അന്ന് ആ ഒരു കാലത്തൊക്കെ 62-ലൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ഓടി നടന്ന വണ്ടിയാണ് ഫിയാറ്റ്. ഞാനും കണ്ടിട്ടുണ്ട് കുറേ സാധനങ്ങൾ. പക്ഷേ ഇപ്പം സംഭവം കമ്പനി വരെ പൂട്ടിപ്പോയി, ഇന്ത്യയിലില്ല. ഇത് വീണ്ടും ഫിയാറ്റ്. ഈ ഫിയാറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു ഫുൾ നെയിമൊക്കെയാണ്. അത് അയാളുടെ ഒരു പേരാണ്. ആ കമ്പനി ഉണ്ടാക്കിയ പുള്ളിയുടെ പേരാണ് കണ്ടോ. 1964 വെറും 12,500 രൂപയ്ക്ക് മേടിക്കുന്ന കാറാണ്. അന്ന് നമ്മുടെ മൂത്തപ്പന്മാർ ഉള്ള സ്ഥലമെല്ലാം വിറ്റ് നശിപ്പിച്ച് അങ്ങനെ കളയാം. പിന്നെ ഈ കാണുന്ന ഡൽഹിയിലാണ് ബോംബെയിൽ കാണാൻ വരുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ് അന്നത്തെ കൈൻഡ് ഓഫ് ടാക്സി, ഫിയാറ്റ് ഡിലൈറ്റ് 1200. ഇതാണ് പ്രീമിയർ പത്മിനി എന്നുള്ള പേരിൽ അറിഞ്ഞുകൊണ്ടിരുന്ന വണ്ടി. മനസ്സിലായോ? പ്രീമിയർ പത്മിനി. ഇത് ഇറ്റലിയിലുണ്ടാക്കിയ ഐറ്റമാണ്. ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോളൂ. ഇതാണ് നമ്മുടെ ഫിയാറ്റിൻ്റെ പത്മിനി സെറ്റപ്പ്. ഇനി കുറച്ച് ലക്ഷറി. ഇത് ഇച്ചിരി അടിപൊളി ലക്ഷറി ഐറ്റം.
2727 അടിപൊളി വണ്ടി. ഇതിനെ മെക്സിക്കാൻ ഇറങ്ങിയതാണോ മെക്സ് എന്നൊക്കെയുടെ. എന്നെ കൂൾ കളറല്ലേ ഇത്, നല്ല അടിപൊളി റെഡ് കേട്ടോ. ഇച്ചിരി ഡിമ്മാക്കി നോക്കാം. അതെ, ഈ കാണുന്ന റെഡാണ് ഇതിൻ്റെ റെഡ്. സെറ്റപ്പ്, അടിപൊളി റെഡ്. ഇത് മെർസിഡീസ് ബെൻസിൻ്റെയാണ്. മോനെ ബെൻസാണ് കേട്ടാ, കിടക്കുന്ന ബെൻസാണ്. ഏതാ ബെൻസെന്ന്? 240D എന്ന് W123 എന്നും പറയുന്നു. എന്നാൽ എനിക്കറിയത്തില്ല. ജർമ്മനിയിലുണ്ടാക്കിയതാണ്. 145. ഡി എം എന്ന് പറഞ്ഞാൽ ദിറംസ് എന്നാണ് അല്ലായിരിക്കില്ലേ, നമുക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ കറൻസി ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞതായോ. 25,000 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് വീണ്ടും ബെൻസ്. ഇത് കർണാടക പക്ക രജിസ്ട്രേഷനുള്ള ബെൻസാണ് കേട്ടോ. ഇപ്പം ഉള്ള ഒരു രജിസ്ട്രേഷനാണ്. മെർസിഡീസ് ബെൻസ് 200D. ഇത് വീണ്ടും ബെൻസ്. ഇതൊക്കെ നമ്മളിപ്പോൾ അറിയാം. ഇവിടെ കോൺടസ് ഉണ്ടോ എന്നാണ് ഞാൻ തപ്പുന്നു. ഇത് വീണ്ടും ബെൻസ് ഇ ക്ലാസ്. ഇത് നമ്മുടെ ജയറാം ഒരു പടത്തിലുണ്ടായിരുന്നല്ലോ, പഴയ അവസാനം പൊട്ടിപ്പാളീസ് വന്ന്. എടാ മോനെ, BMW അതിൻ്റെ അലോയൊക്കെ കണ്ടോ, എന്ത് സീനാണ്. കൂൾ വണ്ടി. അതിൻ്റെ ഫ്രണ്ട് ലുക്ക് കണ്ടോ, അന്ന് ഇമാരി സെറ്റപ്പിലായിരുന്നു. എൻ്റെ മാസ്റ്റർ. എന്നെ രസമാണ് ഇത്. HP അവിടെ നിന്ന് ഇറക്കിയ വണ്ടിയാണ്. ഇ ക്ലാസ്, E7 സീരീസ്, E32 ജർമ്മനിയിലുണ്ട്. 12 സിലിണ്ടർ, 3000cc, ടോപ്പ് സ്പീഡ്. യു ലുക്ക് അറ്റ് ദ സ്പീഡ്, 250 km/h. മോനെ ക്ലാസ്സിൽ ലുക്ക് ഇടും. സീൻ വണ്ടി വിഷയം. അതൊക്കെ ഒന്ന് ഓടിക്കാൻ കിട്ടുമായിരുന്നു, അടിപൊളിയായതിന്. അടുത്തത് ടൊയോട്ടയുടെ കൊറോള. എല്ലാവർക്കും അറിയാവുന്ന കൊട്ടാരിയുള്ള വണ്ടി. പഴയ ഒരു ഹിന്ദി സിനിമകളിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു കൊറോള. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 180 km. ഇനി പഴയകാല ജാഗ്വാർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് പഴയ കാലത്തെ ജാഗ്വാറിൻ്റെ ഒരു സി. അന്ന് ഇവന്മാർ പ്രൊജക്റ്റഡ് ലൈറ്റ്സ് കൊണ്ടുവന്നത്. പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ഉണ്ടായിരുന്നു. എൻ്റെ മോനെ, അന്നത്തെ ഒരു ലക്ഷറി കൈൻഡ് ഓഫ് വണ്ടി കേട്ടോ. അന്നത്തെ ഫ്യൂച്ചറിസ്റ്റിക് വണ്ടി എന്നൊക്കെ വേണം പറയാം. ആ ലുക്കും അതിൻ്റെ ആ ഒരു ബോണറ്റേലുള്ള എൻജിൻ റൂമിൻ്റെ അവിടെയുള്ള ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ അടിപൊളി. ജാഗ്വാറിൻ്റെ തലയാണ് കേട്ടെ. UK ഉണ്ടാക്കിയ സാധനം. 6 സ്പീഡ്. അന്ന് 4 വീൽ ഡിസ്ക് ബ്രേക്ക് ഒക്കെ ആയിട്ട് ഇറങ്ങിയ വണ്ടി. കൊള്ളാം. ഇനി ഇതിൻ്റെ ബായ്ക്കാണ് ഇതിൻ്റെ പ്രത്യേകത. അടിപൊളി കേട്ടോ, സെറ്റപ്പ്. ഒറ്റയ്ക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുക. ഇത് ഏത് വണ്ടിയാണ് നോക്കുക? കാഡിലാക്ക് ഫ്ലീറ്റ് വുഡ്. ഇത് അമേരിക്കൻ മേക്കാണ്. ടർബോ ഒക്കെ ഉള്ള വണ്ടിയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. 4 സ്പീഡ് ഓട്ടോമാറ്റിക്. $30,000 ഉണ്ടായിരുന്ന 1989 ഈ സാധനം മേടിക്കായിരുന്നു. ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി. കൊള്ളാം, ക്ലാസിക് വണ്ടി. അന്നത്തെ കാശുകാരന്മാരുടെയൊക്കെ സെറ്റപ്പ് സാധനമായിരിക്കും. ലൂയിസ് മസ്ഡ, ഫസ്റ്റ് ജനറേഷൻ ഓഫ് റീഡിസൈൻഡ് കാർ ബൈ ടൊയോകോഗോ കമ്പനി ലിമിറ്റഡ്. ഇത് നിങ്ങൾ വേണേൽ വായിച്ചു. മസ്ഡയുടെ പഴയ ചരിത്രമൊക്കെ വേണേൽ ചിലപ്പോൾ ഇതിന് കിട്ടും കേട്ടോ. മസ്ഡയുടെ കാർ കൊള്ളാം. അന്ന് മസ്ഡയുടെ ചിഹ്നം അങ്ങനെയായിരുന്നു, ഒരു M. വെറും $2,000. ഓ മൈ ഗാഡ്, 2,000 വിറ്റുപോയ കാറാണിത്. ആർക്കെങ്കിലും അറിയാവോ ഇത്? കൊള്ളാം, അടിപൊളി. ഇവിടെ അടുത്ത കണ്ടത് ഓസ്റ്റിൻ A40 ഫരീന. കൊള്ളാം, യുണൈറ്റഡ് കിങ്ഡം വണ്ടി. 114 km/h മാക്സിമം സ്പീഡ്. കുട്ടി വണ്ടി, മറ്റേ മിസ്റ്റർ ബീൻ്റെ അതൊക്കെ കാണുന്ന കുട്ടൊരു വണ്ടി.
മിസ്റ്റർ ബീൻ്റെ വണ്ടിയുണ്ടോ ആവും ഇവിടെ. മസ്ദ ലൂസേ കേട്ടോ പേര് ഇതാണേ. സ്റ്റാൻഡേർഡ് കൊള്ളാം, കുഴപ്പമില്ല. ഒരു വണ്ടി എക്സ് ഫാക്ടറി 1985 2 ലക്ഷം രൂപയ്ക്ക് വിറ്റ വണ്ടിയാണത്. അതിന് മാത്രം ഉണ്ടോ അതിൻ്റെ അകത്ത്? ഒരു റേസ് കാർ മോഡൽ പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ആ ഒരു എയറോഡൈനാമിക്സ് ഒക്കെ കൊടുത്ത പോലെ അതിൻ്റെ ഡിസൈന്. 4 സ്പീഡ് മാനുവൽ. വീണ്ടും അംബാസിഡർ. ഇത് എയർഫോഴ്സിൻ്റെ വണ്ടിയായിരുന്നു കേട്ടോ. ആണോ മോനെ, തേടിയ വണ്ടി കോണ്ടസ. ഇന്ത്യയുടെ സ്വന്തം കോണ്ടസ ക്ലാസിക് 1.0. ടോപ്പ് സ്പീഡ് 175, 88 bhp, 135 Nm ടോർക്ക്. മൈ ഗാഡ്, കോണ്ടസ ഓൾ ടൈം ഫേവറേറ്റ് എല്ലാവരുടെയും, എൻ്റെയും. ഇനി നമുക്കൊരു വാൻ കാണാം. ഇത് കൂട്ടണം മേടിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. ടെമ്പോ മെറ്റഡോർ. ഇന്ത്യ, ഒറിജിൻ ജർമ്മനി. ഇവിടെ ഉണ്ടാക്കിയതാണ്, പക്ഷേ ജർമ്മൻ കമ്പനിയാണ് അതിൻ്റെ ഓതേഴ്സ്. 2400 cc 120 കിലോമീറ്റർ വരെ പോകുന്ന വണ്ടി. 4 സ്പീഡ് മാനുവൽ. ഇത് കൂട്ടൊരെണ്ണം വേണം മോനെ. ഇത് കൂട്ടൊരെണ്ണം മേടിച്ചിട്ടൊരു ക്യാരവാൻ പോലെ ആകണം. സെറ്റപ്പായിരിക്കും, അടിപൊളിയായിരിക്കും. സിപ്പാനി ഡോൾഫിൻ സലൂൺ, ഇന്ത്യൻ മാനുഫാക്ചർ. ഇതൊക്കെ ഏത് കമ്പനിയുടെ? സിപ്പാനി എന്നൊക്കെ പറഞ്ഞു ഇവന്മാരൊക്കെ എവിടെ പോയി? ഇത് മാരുതി 800 ഫ്രണ്ട് പോലെ ഇരിക്കുന്ന വണ്ടി. തനി മാരുതി 800 പോലെ തന്നെ ഇരിക്കുന്നത് കേട്ടോ. കൊള്ളാം, അടിപൊളി. നീ ഇവിടെ ഒരു കറങ്ങുന്ന വണ്ടി കണ്ടിട്ട് വരാം. ഇതേതാറേ വണ്ടി? പല വണ്ടികളുടെ സ്റ്റിയറിംഗ് വീലുകളെ ഓക്കെ. ഇവിടെ മോനെ മർസിഡീസ് ബെൻസ് 8. ബെൻസാണ്, ബെൻസിൻ്റെയൊക്കെ ആദ്യത്തെ വണ്ടിയാണ്. ഇതേന്നൊക്കെയാണ് അവന്മാർ പച്ച പിടിച്ച് ഇപ്പോൾ കാണുന്ന പോലെയൊക്കെ ആയത്. രസമല്ലേ കാണാൻ? അന്നൊക്കെ ജനിക്കുമായിരുന്നെങ്കിൽ ഇതുകൂട്ടൊരു വണ്ടിയും മേടിച്ച് വീട്ടിലിരിക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പം വല്ലതും വിൽക്കുമായിരുന്നെങ്കിൽ എന്ത് കാശ് കിട്ടിയേനെ. ഇവിടെ വേറൊരു സൂത്രം കാണിക്കുക. ഒരു വണ്ടീനെ പറത്തി നിർത്തിയേക്കുന്നതാണ്. ഇത് വണ്ടി ഫുൾ അഴിച്ച് അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണിക്കുന്നൊരു സാധനം കേട്ടോ. അതൊക്കെ ഇത് ഹിന്ദുസ്ഥാൻ അംബാസിഡർ മാർക്ക് 4ൻ്റെ 4 സ്പീഡ് മാനുവലിൻ്റെ ഡിസസംബ്ലിയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ആ മണ്ടേ കാണുന്നത് പെട്രോൾ ടാങ്ക്, ഡോർസ്, വിൻഡ്, ഡിഫറൻഷ്യൽ സ്പ്രിങ്, ഡിസ്ക് ബ്രേക്കിൻ്റെ സുന, സോറി അവിടെ അതതിൻ്റെ ഗിയർ ബോക്സ്, ഡിഫറൻഷ്യൽ ഗിയർ ബോക്സ്, അകത്ത് സീറ്റ്, ഒരു സീറ്റൊക്കെ ആയിട്ട് മുറിച്ച് വെച്ചേക്കുന്നു. മണ്ടയിൽ എൻജിൻ തൂക്കുന്നത് ഇത്രേ ഉള്ളൂ, കുട്ടി എൻജിനൊക്കെ ആയിട്ട്. ബോണറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് അതേ അംബാസഡറാണെന്ന് തോന്നിയത്. 2000 അംബാസഡർ ഉണ്ട്. എൻ്റെ ഡാഡിയുടെയും മമ്മിയുടെ കല്യാണത്തിനൊക്കെ ഈ സാധനം ഓടിയത്. മൈ ഗാഡ്. ഇനി നമ്മൾ വീണ്ടും അങ്ങോട്ട് നടക്കുകയാണ്. ആദ്യകാല മാരുതി 800 ആണ് നിങ്ങളുടെ ഈ കാണുന്നത്, ഈ ബ്രൗൺ കളറിലുള്ളത്. നമുക്ക് നോക്കാം. 1985 മാരുതി 800. ഇവിടെ 3 ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലുണ്ട്. ഇവന്മാരെന്തിനും ഇതൊക്കെ മാറ്റി? എന്ത് കൂൾ ലുക്കാണ് ഇത്. അന്നത്തെ സാധനം ഈ മോനെ നല്ല പുതുസായിട്ട് കിടക്കുന്നു. എനിക്ക് ഈ 800 ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഗ്രില്ല. അടിപൊളിയത്. ഇലക്ട്രിക്കലാ എൻ്റെ മോനെ. 2008 ഇലക്ട്രിക് വണ്ടി കേട്ടോ. ശരിക്കും അന്നത്തെ EV ആർക്കെങ്കിലും വിശ്വസിക്കാനാവോ? 2008 EV ഉണ്ടായിരുന്നത്. കണ്ടോളൂ, ദിസ് ഈസ് EV. 2 പേർക്ക് ഇരുന്ന് പോകാൻ കുട്ടി വണ്ടി. എന്നാണെങ്കിൽ കൊള്ളാം. ഇത് ഒരു ട്രാക്ടർ. എന്നത്തെയാണെന്ന് നോക്കാം നമുക്ക്. അയ്യോ, വർഷമില്ല. ഗുജറാത്തിൽ നിന്ന് ഇറങ്ങിയാണെന്നറിയാം. ഗുജറാത്തിൽ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇമാർ തന്നെ ഉണ്ടാക്കിയായിരിക്കും. ഫീൽഡ് മാർഷൽ ട്രാക്ടർ എന്നാണ് എൻ്റെ പേര് കേട്ടോ. കൊള്ളാം. ഇപ്പോഴത്തെ JCBയുടെ കുട്ടി വെർഷൻ പോലെയുണ്ട്. കൊള്ളാം. വണ്ടികളെല്ലാം ഇങ്ങനെ നിരന്ന് നടക്കും. ഇവിടാണ് ഇഷ്ടം പോലെ ആൾക്കാർ. നമുക്കിനി ഈ വണ്ടി ഏതാ നോക്കാതെ.
അത് 1998 മിറ്റ്സുബിഷി ലാൻസർ. എല്ലാവരുടെയും ലാൻസർ എന്നാ ലുക്കല്ലേ, ഇപ്പോഴും ഉണ്ട് ഈ വണ്ടി. ഇത് ടൊയോട്ടയുടെ റേവ് 4, വലിയ സുഖമൊന്നുമില്ല കാണാൻ. ഹ്യുണ്ടാ സൊനാട്ട ഗോൾഡ്, ഓ അത് കൊള്ളാം. റോവർ മൊണ്ടേഗോ, അതും ഒരു പഴയ വണ്ടി. നമ്മുടെ റങ്കണ്ണിൻ്റെ ഗാഡി മിസ്സിയിലല്ലോ ആരും, ടൊയോട്ട ക്വാളിസ്. അത് ഏത് വണ്ടിയാണ്? അത് സ്പാർക്കാണെന്ന് തോന്നുന്നു, ഷെവർലെറ്റിൻ്റെ. അവിടെ സ്കോഡയുടെ ഒരു വണ്ടി കിടക്കുന്നു. ദാവൂദ് സിലോ, ഓക്കെ, ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. സിലോ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് അറിയത്തില്ല. സൗത്ത് കൊറിയ കേട്ടോ മേക്കും. അവിടെ ഹ്യൂണ്ടായി വെറേന, ഓ വെറേനയുടെ ആദ്യത്തെ മോഡലല്ല, വെറേന അല്ല വെർണ. വീണ്ടും മാരുതി 800 2000 മോഡൽ. ഇത് നമ്മളിപ്പോൾ കാണുന്ന കൂട്ടൊരു മോഡലാണ്. എല്ലാവരുടെ കയ്യിൽ ഓൾമോസ്റ്റ് ഈ സാധനമുണ്ട്. വീണ്ടും മാരുതി സെൻ, ഇതിൻ്റെ കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് മോഡൽ അങ്ങനെയും പറയാം. ഫിയറ്റ്, അന്നത്തെ ഫിയറ്റിൻ്റെ ചിഹ്നം ഇങ്ങനെയായിരുന്നു, വേറെ നാൾ ഫിയറ്റ് എന്നായിരുന്നു. പിന്നെ ഇമാർ ഇതിൽ നിന്ന് പിന്നെ മാറ്റി കേട്ടോ, പഴയ ചിഹ്നത്തിലാക്കി. 4 ഡോർ സെഡാൻ, ഇത് സെഡാനല്ലേ എൻ്റെ അമ്മേ, ചെറുതായി ഇടിക്കല് കേട്ടോ സെഡാൻ. വീണ്ടും മാരുതി 800, പല മോഡലുകൾ. ഇൻഡിക്കേറ്ററിൻ്റെ സ്റ്റൈലിൽ സ്ഥലമൊക്കെ മാറി കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ കാർ കളക്ഷൻ്റെ വിശേഷങ്ങൾ. ഒരു 2 ഗഡികൾസ് ഇവിടെ ഇരിക്കുന്നത്. നിമിഷത്തിൻ്റെ കൂടെ മഞ്ജുഷയുടെ എന്ത് പരിപാടിയുണ്ട്, ആരാന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓ മൈ ഗോഡ്, ആർട്ട് വർക്ക്സ് ആണെന്ന് തോന്നുന്നു. ഇതാരാണ്? പെർഫോമിംഗ് ആർട്സ് തുളുനാടിലെ ഓക്കെ, അവരുടെ ആർട്ട് വർക്കുകളാണ് നമ്മൾ ഈ കാണുന്നത്. എയ്റ്റീൻ സെഞ്ച്വറി AD ഉള്ള സാധനങ്ങളാട്ടോ. ഓക്കെ, ഇത് മറ്റേ പഴയ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ സാധനങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണ് തുളുനാട് എന്ന് പറയുന്ന സാധനം. വായിച്ചു നോക്കിയെല്ലാവരും. പഴയ സ്പൂണ്, ഇതിനതാ തിരി കത്തിക്കുന്ന സാധനം, അന്നത്തെ കറിക്കത്തി. ഇതെന്താ വാളാ? പല ഓക്കെ, മറ്റേ ഇമാർ അടിച്ചു വരുന്ന സാധനമൊക്കെ കൊള്ളാം കേട്ടോ. ഇത് മറ്റേ തൈ കളയ്ക്കുന്ന സാധനം, പഴയ കാലത്ത് തടി മുറിക്കുന്ന സുന, വെള്ളം കോരുന്ന സാധനം. ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ട്, വലിയ കുടം. ഇതെന്നാ സാധനം? ഇതും തടി ഇത് ഓക്കെ, ഇതാണ് കേട്ടോ, അതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ആ കാണുന്നത് വെള്ളം കോരുന്ന സാധനം, വെള്ളം കോരി ഒരിടത്തോട്ട് ഒഴിക്കുന്ന സാധനമുണ്ട്. ഇത് അമ്പ്, അർജുനൻ കുലച്ച അമ്പ്. ഇവിടെ ഏൻഷ്യൻസ് കുറേ ഐറ്റംസ് ഇരിക്കുന്നുണ്ട്, മറ്റേ ലൈറ്റ്, തിരി, പഴയ വെയിറ്റ് കട്ടികൾ, അവിടെ കുറേ കരക്കട്ടികൾ. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം. പഴയ ത്രാശ്, ഇതിപ്പോഴത്തെ സ്വർണ്ണക്കടയിലൊക്കെ ഇരിക്കുന്ന സാധനം കേട്ടോ. സ്വർണ്ണക്കടയിലൊക്കെ ഇരിക്കുന്ന ഐറ്റം. മറ്റേ ഇടിക്കുന്ന സുന, അതിൻ്റെ പാത്രം പഴയ പാത്രങ്ങളൊക്കെ കേട്ടോ. അത് പറ, ക്ലാസ്സിൽ പഠിച്ചതാ, 2ാം ക്ലാസ്സിൽ. ഇത് കണ്ണാടി. ഇതൊക്കെ എന്നതാ? സിന്ധു വല്ല കുത്തിക്കൊല്ലുന്ന സാധനമാണോ? ഇതുകൊണ്ട് ഇവന്മാരുടെ കലാസൃഷ്ടികളുണ്ടോ ഈ സാധനം? ഇതെല്ലാം നോക്കട്ടെ. നട്ട് ക്രാക്കർ, ഓക്കെ, മറ്റേ നട്ട് ക്രാക്ക് ചെയ്യുന്ന സാധനമാണ്. അതിൻ്റെ അമ്മ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നുണ്ട്, ഒരു പെണ്ണിനെ ഇങ്ങനെ നിർത്തിയേക്കുന്നു. അതിൻ്റെ മണ്ടയിൽ കണ്ടോ 2 പേര് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ചെറുത് ഇതുണ്ടല്ലോ, അതൊരു അമ്മയും മോളും കണ്ടു തോന്നുന്നു. എന്നാ ഒരു ഇതുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ ആക്കാൻ പറ്റില്ല, എന്ത് കഴിവുണ്ടല്ലോ. പഴയ സ്റ്റീം കുക്കർ കണ്ടില്ല, ആരും കണ്ടില്ല എന്നൊന്നും പറയില്ല. ഇത് എയർ ബ്ലോവർ, മറ്റേ ആശാരികൾ ഉപയോഗിക്കുന്ന സാധനം, പഴയതാട്ടോ. അത് മറ്റേ കോളാമ്പി തുപ്പാനുള്ള ഇഡ്ഡലി പാത്രം. അതെന്നാ സാധനം? ഷുഗർ കെയിൻ, പണ്ടത്തെ ഷുഗർ കെയിൻ, അതായത് കരിമ്പീൻ ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീനാട്ടോ.
സീന് ഇത്രയും വലിയ സാധനം ഇതെങ്ങനെ ഇവർ കറക്കിക്കൊണ്ടിരുന്നേ. അത് കൊള്ളാലോ. അത് കുറേ പാത്രങ്ങൾ, വലിയൊരു ചെമ്പ്. മറ്റേ കുംഭകർണന് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന പാത്രം കേട്ടോ. പിന്നെ സ്റ്റുഡിയോ ക്യാമറ, ജപ്പാൻ മെയ്ഡാണിത്. 1890 തൊട്ട് 1930 വരെ ഓടിക്കൊണ്ടിരുന്ന സാധനം കേട്ടോ. എൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നു, നിങ്ങൾ വായിച്ചെടുത്തോളൂ. ഇതിൻ്റെ ഒരു മെയിൻ അസംബ്ലി എമാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫിലിം എവിടെ വെക്കുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റോ എവിടെ, ലെൻസ് ഏതാ, എങ്ങനെ അതിൻ്റെ അകത്ത് പിക്ചർ വരുന്നത്, അങ്ങനത്തെ ഐറ്റമൊക്കെ ആയിട്ട് അത് അടന്നിരിക്കുക. ഫ്രണ്ടിലത്തെ സുന അടന്നിരിക്കുക. പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ, മോഡൽ 5. ഓക്കെ, കാൽക്കുലേറ്റർ, ആഡിങ് മെഷീൻ എന്ന് പറയുന്ന സാധനം അതാന്ന് തോന്നുന്നു കേട്ടോ. പഴയ കാലത്തെ സാധനങ്ങളാണ് കണ്ടുപിടുത്തം. അത് തന്നെ കാൽക്കുലേറ്റർ തന്നെയാണ്. എന്നാലും എൻ്റെ ചില ബട്ടണൊക്കെ പോയി കേട്ടോ, എന്നാലും വർക്ക് ചെയ്യുന്ന ഇങ്ങനെ പവർ ചെയ്തിട്ട് ചെയ്യുന്നത്. പഴയൊരു തിയോഡലൈറ്റ് പിന്നെ സംഭവം ടെലസ്കോപ്പാണ്. സെക്സ്റ്റൻറ്റ് ഇതൊക്കെ ഞാൻ പടത്തിലൊക്കെ ഡിക്ഷണറിയിലൊക്കെ കണ്ട സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ എന്നെ സംഭവം പോലും ഒന്നും മര്യാദയ്ക്ക് അറിയത്തില്ല. വീണ്ടും ഒരു കാൽക്കുലേറ്റർ, ടോയ് ടൈപ്പ് റൈറ്റർ, കളിപ്പാട്ടം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. ഓ മൈ ഗാഡ്, ഇതെന്നാ പീരങ്കിയ എടാ. ഏരിയൽ ക്യാമറ അടേ, ഇതൊരു ക്യാമറയാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊരു ക്യാമറയാണ്. പഴയ ഇപ്പോഴത്തെ DSLR പോലത്തെ സാധനമായിരിക്കും അത്. ക്യാമറ കണ്ട മണ്ടേൻ്റെ സുനയും കണ്ട കൊള്ളാം. മ്യൂസിയം അടിപൊളി. പഴയ ഫോൺ, ഇതും ഫോൺ. ഇത് ടെലസ്കോപ്പ്. ഇപ്പുറത്തെ സൈഡിൽ തന്നെ നോക്കാം. ഓക്കെ, ഓരോരോ ഭാഷകൾ. കണ്ണപ്പ ആരാന്ന് അറിയത്തില്ല. ഇതൊക്കെ പഴയ കയ്യക്ഷരങ്ങളാട്ടോ. ആരുടെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്താണേലും കൊള്ളാം. എന്താണേലും കൊള്ളാം. നമ്മുടെ ഭാഷയല്ലേ, ഇത് കന്നഡയാണ്. സംഭവം മൈസൂരായത്. പഴയ മഷിക്കുപ്പി. പഴയ മഷിക്കുപ്പി, മഷി കൊണ്ട് എഴുതുന്ന പേന. ഇതാണ് താലിയോല എന്നൊക്കെ പറഞ്ഞ ഐറ്റം. നമുക്കിനി അപ്പുറത്തെ സൈഡിൽ പോയി നോക്കാം. ഇതൊരു വർത്ത് വാച്ച് സ്ഥലം കേട്ടോ. നിങ്ങളെല്ലാവരും പറഞ്ഞോന്ന് കേട്ടോ. ഇന്ന് ടിക്കറ്റിന് ഏതാണ്ട് 25 രൂപയുണ്ട്. ഇവിടെ വീണ്ടും ക്യാമറ. പഴയ തേപ്പൂട്ടി. എടാ മോനെ, കുട്ടി തേപ്പൂട്ടി തൊട്ട് വലിയ തേപ്പൂട്ടി വരും. ഇത്ര ചെറിയ തേപ്പൂട്ടി വെച്ച് ഇവൻ എന്നാ തേക്കാൻ പോകുന്നേ? നിങ്ങളുണ്ട് ഈ ചെറിയ സാധനം തേപ്പൂട്ടി. അയ്യേ, ഇത് ഷഡ്ഡി കണക്കാണോ? വെരി ബാഡ്. ഗ്യാസലിൻ അയൺ ബോക്സാ ഇത്. എടാ മോനെ, ഇത് മണ്ണെണ്ണയാട്ടോ. ഇതെല്ലാം കോളിട്ടൊരു സാധനം. സോറി, ഇത് ഗ്യാസലിൻ. അതെ, പെട്രോൾ ഒഴിക്കുന്ന സാധനം. ഇതാണ് ഗ്യാസലിൻ. ഇതെല്ലാം കോളിൻ്റെ. ഇത് മറ്റേ ക്യാമറ ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചത്. ഇതെന്നതാ? ഇതുണ്ട്. ഇങ്ങനെ വേണം ഇവന്മാർ പിടിക്കാൻ. അത് ഇവന്മാർ വെടി വെക്കുന്ന പോലെ ഈ സാധനം. ടിസ്കാവും കേട്ടോ. ശരിക്കും അതെ, തോക്കിൻ്റെ സെറ്റപ്പാട്ടോ. തോക്കിൻ്റെ ഇതൊക്കെ പോലെ വന്നിട്ട് മറ്റേ നോബൊക്കെ കൊടുത്ത് റോളർ ഫ്ലെക്സ് ഓട്ടോമാറ്റി മോഡൽ 4 മെയ്ഡ് ഇൻ 1928 ക്യാമറയാണിത്. ഇത് 1926 ബോക്സ് ടൈപ്പ് ക്യാമറ. ഇങ്ങനെ കറക്കിയിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നതായിട്ട്. ചെങ്കൺ 8. ഇതന്നെ നോക്കണ്ട, പല ലെൻസുകൾ മാറ്റിയിട്ട് സെറ്റപ്പ് ചെയ്യാവുന്ന ക്യാമറ. കൊൽക്കത്ത. ഇതൊരു സ്വിച്ച് എന്ന് വായിച്ച് സ്വിസ് വാച്ച് ക്ലോക്ക് എന്ന് പറയാം. എടാ മോനെ, സീൻ ഇതിൻ്റെ സാധനം. ടാബ്ലറ്റ് ടോപ്പ് ബാരോമീറ്റർ. ഈ ബാരോമീറ്റർ എന്ന് പറഞ്ഞ സംഭവം പഠിക്കണം. ഇതും ബാരോമീറ്റർ. ഓ, മഴ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഐറ്റമാണോ അത്? ഈർപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്നു. റെയിൻ ചേഞ്ച്, ഫെയർ ഡ്രൈ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം എന്നാന്ന് അറിയാമെന്നറിയിക്കുന്നു പറഞ്ഞു
ഇതായി ബാരോമീറ്റർ എന്താണ്. ഇത് ഒരു ലോക്കറാണ് നിങ്ങൾ ഈ കാണുന്നത്. പഴയ കാലത്തെ ഒരു ലോക്കർ, സേഫ് ലോക്കർ എന്നൊക്കെ പറയും. കൊള്ളാം, ചിത്രകലയൊക്കെ വെച്ചിട്ട് ആരുപയോഗിച്ചായിരിക്കും, എന്തൊരു വെയിറ്റ് ഉണ്ടായിരിക്കും ഇതിനൊക്കെ. ഇത് ഈ പഴയ കാലത്തെ കുറേ ചിത്രങ്ങൾ, മൈസൂരിലെ ട്രഡീഷണൽ പെയിൻറ്റിങ്. ഇതൊക്കെ ആരാണെന്ന് എന്നോട് ചോദിക്കരുത്, ആരാണെങ്കിലും എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ മിസ്റ്റർ മഹാരാജ, മൈസൂരിലെ ശ്രീ കണ്ടീറാവ നരസിംഹരാജ വാദ്യാർ. അറിയാത്തവർ കേൾക്കാത്തവർ ദയവ് ചെയ്ത് മൈസൂരിലേക്ക് വരിക. ഇതിവിടുത്തെ മൈസൂരിലെ മറ്റേ ഘോഷയാത്രയുടെ പടമാട്ടോ. പുള്ളിയുടെ വരി സ്വാഭാവികം. ഇത് നമ്മുടെ എല്ലാവരുടെയും കൃഷ്ണൻ. ഇതെല്ലാം ഗ്ലാസ് പെയിൻറ്റിംഗ് ആണോ? ഓ മൈ ഗാഡ്, മൈസൂർ ട്രഡീഷൻ ഗ്ലാസ് പെയിൻറ്റിങ് ആണ്. പണ്ട് ഇവിടെ ഗ്ലാസ് പെയിൻറ്റിങ് തൊലയിരിക്കുന്നത്. ഇതാരാ? ഷൺമുഖ സുബ്രഹ്മണ്യ സ്വാമി. ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇനി ആ സൈഡിലോട്ട് വീണ്ടും പോകാം. ഇവിടെ നമ്മൾ മിസ് ചെയ്തു. വൈൻ ഗ്ലാസ് ബോട്ടിൽ. എൻ്റെ മോനെ 1880 വൈൻ ഗ്ലാസ്. ഇതൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ട് പോയി. ഇതെന്നാ സംഭവം? ഒരു ടൈം പീസ്, പിസ്റ്റണ്, എന്തൊക്കെയോ ഇരിക്കുന്നൊരു സാധനമാണല്ലോ. ഇതെന്നാ? അതവിടെ നിൽക്കട്ടെ. വാൾമോണ്ട് കോഫി ഗ്രൈൻഡർ. ഓക്കെ, കാപ്പിപ്പൊടി പൊടിക്കുന്ന സാധനം. 19th സെഞ്ച്വറിയിലുള്ള ഡച്ച് മെയ്ഡ് സാധനമാണ് ഈ സാധനം. ഹെൻസി കോച്ച്. എന്നാ ഇത്? സ്കോച്ചാ? കൊങ്കാൻ. എടാ മോനെ, 40% ആൽക്കഹോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നു. കൊള്ളാം കേട്ടോ. ഇപ്പോൾ കൊഗാൻസ് ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ റേഡിയോ വരാൻ പോകാമെന്നാണ് പറയുന്നത്. ആടാ മോനെ, ഗ്രാമഫോൺ. ഇതിൽ പാട്ട് കേട്ടിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങാൻ. ഇതും വീണ്ടും ഗ്രാമഫോൺ. കേട്ടല്ലോ, അപ്പുറത്തെ സൈഡിൽ വരാം. ഇതും ഗ്രാമഫോണോ? എടാ, തോമസ് എഡ്സൺ ഫോണോഗ്രാഫ്. അച്ഛാ, ഇതാണ് ഫോണോഗ്രാഫ്. 1904 സാധനം കേട്ടോ. വലിയ ഗ്രാമഫോൺ. ഇതിൻ്റെ അകത്തൂടെ തലയിട്ട് ആ പാട്ട് കേൾക്കാം. എൻ്റെ സൈസാണോ? അതിൻ്റെ റിഫ്ലക്ഷൻ അല്ലേ, എൻ്റെ മോനെ തന്നെ എന്നെ കാണുന്നു. റെക്കോർഡിങ് ത്രൂ എ ടൈം. ഇങ്ങനെ കേട്ടോ. ഫസ്റ്റ് സാധനമാണ് തോമസ് എഡിസൻ്റെ ടിൻ ഫോയിൽ ആൻഡ് വാക്സ് എന്ന് പറഞ്ഞിട്ട്. കാണാൻ പറ്റുന്നില്ലല്ലേ? ഒരു മിനിറ്റ് സൂം ചെയ്യാം. ഇത് ടെക്നോളജി മാറുന്ന സംഭവങ്ങളാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ആദ്യമേ ടോൺ ഫിലിമായിരുന്നു. പിന്നെ ഈ സാധനം പ്ലേറ്റ്. അത് കഴിഞ്ഞ് 8 ട്രാക്കിൻ്റെ വില്യം ലിയറിൻ്റെ കണ്ടുപിടിച്ച സാധനം. അത് കഴിഞ്ഞാണ് നമ്മുടെ കാസറ്റ് ടേപ്പ് എന്ന് പറയുന്ന സാധനം വന്നത്. അത് കഴിഞ്ഞ് CD, പിന്നെ MP3 ഡിജിറ്റലായി. അതായത് ആദ്യത്തെ 1, 2, 3 ജനറേഷൻ മൊത്തം മാഗ്നറ്റ് ആയിരുന്നു. പിന്നെ ഒപ്റ്റിക്കലിലോട്ട് വന്നു, പിന്നെ ഡിജിറ്റലിലോട്ട് വന്നു. അയ്യോ, കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ സാധനങ്ങൾ. ഇതെന്നെ സംഭവം? കുടിവെള്ളമായിരിക്കും. ഓക്കെ, കുടിവെള്ളമല്ല, ചായ വിതരുന്ന സാധനമാണ്. എടാ മോനെ, ഇത് സോഡ മേക്കറാട്ടോ. കൊള്ളാം. എടേ, 2 സോഡ എടുത്ത് അടിക്കടാ. സോഡ മേക്കർ. നമുക്കിവിടെ കുറച്ച് കോയിൻസ് കാണാം. കോയിൻസ്. വീട്ടിൽ ഓൾ ക്രീച്ചേഴ്സ്. കൊള്ളാവേ. നമുക്ക് പരിചയമുള്ള വല്ലതും ഉണ്ടോ നോക്കാം. ആൽഫബറ്റ്. മാതാവ്. ബുദ്ധൻ. വീണ്ടും ബുദ്ധൻ. ഇത് ഏത് ഭാഷ? ഇത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? വായിക്കാൻ പറ്റുന്നെങ്കിൽ വായിച്ചോളൂ. പഴയ കുറേ സ്റ്റാമ്പുകൾ. നമുക്ക് പഴയ നോട്ട്. ഇതെല്ലാം ഇന്ത്യയിലെ സ്റ്റാമ്പുകളാട്ടോ, വിദേശമൊന്നുമില്ല. ഇത് പല കൺട്രികളെ, പാകിസ്ഥാൻ്റെ, ഇന്ത്യയുടെ, റഷ്യ, ജർമ്മനി, ഇത്യോപ്യ, പല സ്ഥലങ്ങളിൽ. ഇത് കോയിനാണ്. അത് കണ്ടതാണ്. ഇനി മുന്നോട്ട് പോകാം.
ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, എല്ലാ സാധനവും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫുൾ ഡിസ്ക്രിപ്ഷനോടെ. ഇനി കുറേ ശില്പിയിൽ കാണാം. ഹെഡ് ഓഫ് ഡൈറ്റിയോ, ഇതന്നെ സംഭവം. 15th സെഞ്ച്വറിയിലെ ഒരു ഐറ്റമാണ് ഈ ഇരിക്കുന്നത്. പിന്നെ സ്കൾപ്ചേഴ്സ് എനിക്കിതൊന്നും വായിക്കാൻ അറിയത്തില്ല. അന്നത്തെ കല്ല് ഈ ഇന്ത്യയിലെ ആർക്കിടെക്ചറിൻ്റെ ഒരു ഇതാണ്. ശ്രീ വിഷ്ണുവിൻ്റെ ഐഡലാണ് ഈ കാണുന്നത്. ഒരു കൈ പോയി. പ്രഭാവലി, ആർട്ട് ഓഫ് പ്രഭാവലി എന്ന് പറഞ്ഞാൽ എന്നാ സംഭവം എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി വലിയൊരു കൺസ്ട്രക്ഷൻ അല്ല വലിയൊരു സ്കൾപ്ചറിൻ്റെ വളരെ വലിയൊരു കൊത്തുമണീൻ്റെ ബാക്കി ഒരു പീസായിരിക്കും ഇത്. ശ്രീ ശാനീശ്വര അതിനോടാ മണ്ടയിൽ തവളയാ ആയിരിക്കുന്ന തന്നെ സ്ഥലം. ഒരു താറാവൊക്കെയാണ്. അപ്പം തവളയാവാനും ചാൻസ് ഉണ്ട്. നമ്മളിനി ഇങ്ങോട്ടിങ്ങനെ പോകുന്നു. ഇവിടെ ഇങ്ങനെ വേറെ ഒരു പ്രശ്നമാണ്. ഇത് ഔട്ട് സൈഡ് വ്യൂ. കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ഈ കൊത്തുപണികളാണ്. ഇനി ഇവിടെ ഇതെന്താ സാധനം? അലമാരിയാ? കന്നഡയിലാണ്, ഒന്നും അറിയത്തില്ല എനിക്ക്. ഇത് കുറേ മഹാരാജാക്കന്മാരുടെ വാള്, വടി, കുത്ത്, ചങ്ങല, കമ്പി ഒക്കെ. ഇത് നമ്മുടെ ഉള്ള കേട്ടോ. നമ്മുടെ കേരളയുടെ കൈലിപ്പേറ്റേഴ്സാണോ മൂന്ന്. കേരളം നമ്മുടെ നാട്ടിൽ ഇരിപ്പുണ്ട്. അതെ, ഉറുമി, വാള്, വടി, കടാര, ഉടവാല്, അതിനെ കെട്ടുകാരി, ലോങ് സ്റ്റെപ്പ്, തനി മലയാളം. ഇത് മഹാരാഷ്ട്രയിലെ പരിപാടികൾ, പഞ്ചാബിലെ ഐറ്റംസാണിത്. മഹാരാഷ്ട്രയിലെ ഉണ്ടാകുമ്പോൾ ഇത്രയും വലിയ വളം നിങ്ങൾ കയ്യിലിടുക. വീണ്ടും കുറേ വാളുകൾ, പരിച. ഇനി നമ്മുടെ തോക്കിലിട്ട് കിടക്കാം. ഡബിൾ ബാരൽ പിസ്റ്റൺ. എടാ മോനെ, മമ്മൂട്ടിയുടെ ഡബിൾ ബാരൽ മഫ് പിസ്റ്റൺ. ഇത് റിവോൾവർ എന്ന് പറയുന്ന ഐറ്റമാണ്. റിവോൾവർ എന്ന് പറഞ്ഞാൽ കറങ്ങുമ്പോൾ വരുന്നതാണ് അതിന് റിവോൾവർ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ വേൾഡ് വാർ ടൂറെ കൊളംബിയ ഫെയർ ഗണ്ണോ ഇവിടെ പോണേ. വേൾഡ് വാർ 2 ഇറങ്ങിയതാണ്. ഇതാണ് ഓൾഡ് റൈഫിൾ. എൻ്റെ അമ്മ ഇത് പൊക്കണ ഇതിൻ്റെ സൈസ് കണ്ടോ. ഇത് പൊക്കണെ തന്നെ 2 ആൾ വേണം. ഇത് കെൻചുക്കി റൈഫിൾ, USA ഐറ്റം കേട്ടോ. 1800 തൊക്കാണ് ഈ കാണുന്നത്. 5mm കാലിപ്പർ എയർ പല്ലറ്റ് റൈഫിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കളി നടുക്കിയിരിക്കുന്ന ഈ റൈഫിൽ കേട്ടോ. ഇത് ഡബിൾ ബാരൽ ഷോട്ട് ഗൺ. ഇത് ഷോട്ട് ഗണ്ണോ? ഇതിൻ്റെ അകത്തെല്ലാം മണ്ണ് കയറിയിരിക്കുകയാണ്. ഇത് പൊട്ടത്തില്ല. ഇതും അതാണോ ഷോട്ട് ഗൺ? അറിയത്തില്ല. സോറി, അതല്ല കേട്ടോ. ഇതാണ് ഷോട്ട് ഗൺ. ഇതെല്ലാം റൈഫിലിൻ്റെ ചെറുതിൽ പെടുന്നത്. ഇത് ഷോട്ട് ഗൺ. ഇപ്പം മനസ്സിലായി. ഇത് കൊള്ളാം. ഇത് മറ്റേ ബോംബിടുന്ന സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന് വായി നോക്കാം. റീകോയിൽ ലെസ് റൈഫില് M40. ഇതെവിടുത്തെ? അമേരിക്ക വാട്ടർ വില്ലറ്റ് ആർസണൽ. കൊള്ളാം. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് ഇമാരനാണ് ഞാൻ ഇത് വെച്ചാണ് പട്ടാളക്കാർ ടപ്പേ നടിച്ചോണ്ടിരിക്കുന്നത്. ഇതിങ്ങനെയായിരിക്കും വണ്ടിയിലിരിക്കുന്നത് കേട്ടോ. ആ ഒരു ജീപ്പിൻ്റെ മണ്ടയിൽ വെക്കുന്നൊരു സെറ്റപ്പ്. റീകോയിൽ ഇല്ലെന്നാണ് ഇനി പറയുന്നത്. കാര്യം എന്നാന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങനെ 2 സാധനം. ഇതെന്നാണ്? കൊളംബിയൻ പ്രസ്. എടാ മോനെ, പത്രം അടിക്കുന്ന മെഷീൻ, പഴയ പത്രം അടിക്കുന്ന മെഷീൻ. അതാരെ ഇരിക്കുന്നത്? കഴുകനാന്ന് തോന്നുന്നു. ഇതും പത്രം അടിക്കുന്ന അതേ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് മഷിയൊക്കെ നടക്കുന്നത് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1809. കാർലിഡ് ആൻഡ് സൺസ് ഇവന്മാരുണ്ടാക്കിയ സാധനം അത്. അവന്മാരുടെ പത്രം തോന്നുന്നു. ഇതിന് പേരൊന്നും അടിക്കുന്നില്ല കേട്ടോ, എന്നാലും കൊള്ളാം. ഇവിടെ വലിയ 2 പ്രൊജക്ടേഴ്സ്. മൈ ഗോഡ്, ഇത് മിസ് ചെയ്തിരുന്നെങ്കിൽ നമ്മളൊന്നുമില്ലെന്ന് കേട്ടോ. മഞ്ജുഷ റീകൺസ്ട്രക്ഷൻ എഡ്യൂക്കേഷൻ. ഇതാണ് സിനിമ പ്രൊജക്ടർ. കാണാമോ? 35mm ഫിലിമിനെ പ്രൊജക്റ്റ് ചെയ്യുന്ന സാധനമാണ് ഇത്.
പഴയ കാലത്തെ പ്രൊജക്ടർ. അപ്പുറത്തെ സൈഡിൽ പോകുന്ന ഡീറ്റെയിൽ വ്യൂ കാണിക്കാം. ഇതിന് മുന്നേ ഒക്സിപാത്തർ. ഈ ഒക്സിപാത്തർ എന്ന് പറയുന്ന സാധനം ഓക്കെ ഓക്സിജൻ എടുക്കാനുള്ള എന്തോ ഒരു സംഭവം കേട്ടോ. മെഡിക്കൽ എക്യുപ്മെൻ്റാണ്, ഇത്രയും എനിക്കറിയാം. ഇത് സൈറിൻ, അമേരിക്കയിലുണ്ടാക്കിയ സൈറിൻ. മണ്ടയിൽ കുറേ ലാൻറ്റേൺസ് കിടക്കുന്നുണ്ട്. മണ്ണെണ്ണ വിളക്കുകളാണ് ഇതെല്ലാം. മണ്ണെണ്ണ, കരി എല്ലാം. കരി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കൽക്കരി എല്ലാ ഐറ്റമുള്ള സാധനങ്ങൾ. ഇതാണ് അവിടെ നിന്ന് കണ്ട പ്രൊജക്ടർ. താഴെ ഫിലിം മോഡും അതിൻ്റെ മോട്ടർ. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തൂടെ ഫിലിം കയറി ഇവിടെ വന്നിട്ട് മേളിൽ കൂടെ വരും. അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ലൈറ്റ് അടിച്ച് ഇതിനെ മാഗ്നിഫൈ ചെയ്യും. ഇതാണ് ഇതിൻ്റെ അകം. കാണാമോ എന്തെങ്കിലും? കൊള്ളാം. ഇതാണ് ഇതിൻ്റെ മേക്ക് ചെയ്തിട്ട് ഹൈ ഇൻറ്റൻസി കാർബൺ ആർക്ക് ലാമ്പ്. ആർക്കാണ് 35-40 DC വോൾട്ട്. ആംസ് 90 ആംസ്. എൻ്റെ അമ്മേ, അങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഇത് ഇവിടെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇത് പിയർലെസ് ഹൈ ഇൻറ്റൻസി ആർക്ക് ലാമ്പ്. ബാക്ക് ആർക്ക് സീരിയൽ നമ്പറൊക്കെ ഉണ്ടല്ലോ. അന്നത്തെ മേക്ക് ചെയ്തതാണ്. ഇത് ചിക്കാഗോയിൽ ഉണ്ടാക്കിയതാണ്. ഇത് ബാംഗ്ലൂർ ഉണ്ടാക്കിയതാണ്. ബാംഗ്ലൂരിലുണ്ടാക്കിയ പ്രൊജക്ടറാണ് ഈ കാണുന്നത്. ഇത് സെയിം സെറ്റപ്പാട്ടോ. അടിയിൽ നിന്ന് എനിക്കൊന്ന് മണ്ടയിൽ നിന്ന് താഴത്തോട്ടാണ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ അകത്തൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിലിം എങ്ങനെയാണ് പോകുന്നതെന്ന്. ഈ സനയുടെ അകത്തൂടെ ഇതിനകത്ത് ആർക്ക് ലാമ്പൊക്കെ ആയിട്ട് കൊള്ളാം. ഇതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ്. അങ്ങനെ മ്യൂസിയത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. എക്സിറ്റ് ഇറങ്ങിപ്പോടാന്ന്. ഇനി നമുക്ക് വെളിയിലെ കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല, മൊത്തം വെയിലാണ്, ഫോൺ ചൂടാകും. ഞാനതുകൊണ്ട് ഇവിടം കൊണ്ട് എൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അയ്യോ, നമ്മൾ കാണാതെ പോയി എന്തോ കുറച്ച് സാധനം കൂടെ ഉണ്ട് കേട്ടോ. വാതിലുകൾ, തടിപ്പണി, അത് മിസ്സാക്കി. അവിടെ കുറച്ച് തടിപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു, കൊള്ളാം. ടിക്കറ്റിന് കൊടുത്ത പൈസയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഒരു പരിപാടി കാണുന്നത് വരെ പിന്നെ കാണാം. ശരി എന്നാൽ ബൈ, ഞങ്ങൾ പോവുകയാണ്.